നമ്മുടെ ഭൂമിയിൽ ഇതുപോലത്തെ വിചിത്രമായ സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ എത്തിച്ചേരുന്നത് പോയിട്ട് അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആത്മാവ് വിറച്ചു പോകും. ഭൂമിയിൽ നിന്ന് തീ തുപ്പുന്ന വെള്ളച്ചാട്ടങ്ങൾ, പാൽ പോലെ വെളുത്ത വെള്ളമുള്ള തടാകങ്ങൾ, മുകളിലല്ലാതെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മേഘങ്ങൾ, അവയെ കാണുമ്പോൾ ഒരു ഡ്രാഗന്റെ വായ് പോലെ തോന്നും. ഇതൊരു CGI അല്ല, എന്നാൽ ഇതൊരു സയൻസ് ഫിക്ഷനുമല്ല. ഇത് നമ്മുടെ സ്വന്തം ഭൂമിയാണ്. ഈ ഭൂമി ഇന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്താൻ മറന്നിട്ടില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രകൃതി തന്നെ നിയമങ്ങൾ ലംഘിച്ച ലോകത്തിലെ ഇത്തരമുള്ള വിചിത്രമായ സ്ഥലങ്ങളെ കുറിച്ചാണ്. ചില സ്ഥലങ്ങൾ അത്രയധികം മനോഹരമാണ് എന്ന് വെച്ചാൽ അത് സത്യമാണ് എന്ന് തോന്നുകയേയില്ല. എന്നാൽ ചിലത് അത്രയധികം അപകടം നിറഞ്ഞതാണ് എന്ന് വെച്ചാൽ അവിടെ പോകാൻ ആർക്കും ധൈര്യം കാണാറില്ല. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ഇതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലാണ്. അതേ സുഹൃത്തുക്കളെ, ചൈന വിലക്കുറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല ഉണ്ടാക്കിയത്, അസാധ്യമായ ലാൻഡ്സ്കേപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തയ്യാറായിക്കോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. നിങ്ങൾ തെളിഞ്ഞ വെള്ളമുള്ള ഒരു അരുവിയുടെ അരികിൽ നിൽക്കുകയാണെന്നും പെട്ടെന്ന് അതിൽ നിന്ന് തീ പുറപ്പെടാൻ തുടങ്ങുകയാണെന്നും സങ്കല്പിക്കുക. ഇത് ചൈനയിലെ സിൻജിങ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബൈചെങ് ഫ്ലെയിം സ്പ്രിംഗ് ആണ്. ഇവിടെ വെള്ളവും തീയും ഒന്നിച്ചൊഴുകുന്നു. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് അതിശയകരമായ ഒരു ജിയോളജിക്കൽ പ്രതിഭാസമാണ്. ഭൂമിക്കടിയിൽ പ്രകൃതിദത്ത വാതകത്തിന്റെ, അതായത് നാച്ചുറൽ ഗ്യാസിന്റെ പാളികളുണ്ട്. ഈ വാതകം ഭൂമിയിലെ വിള്ളലുകളിലൂടെ പുറത്തു വരികയും ഏതെങ്കിലും തീപ്പൊരിയുമായി സമ്പർക്കത്തിൽ വരികയും ചെയ്യുമ്പോൾ വെള്ളത്തിന് നടുവിൽ നിന്ന് ജ്വാലകൾ ഉയർന്നു തുടങ്ങും. ആരോ വെള്ളത്തിൽ തീയിട്ടതുപോലെ തന്നെ തോന്നും. പ്രാദേശിക ജനങ്ങൾ ഇതിനെ ഭൂമിയുടെ ശ്വാസം എന്ന് വിളിക്കുന്നു. നൂറ്റാണ്ടുകളായി ഇത് യാതൊരു തടസ്സവുമില്ലാതെ കത്തുന്നു. മഴയായാലും മഞ്ഞായാലും ഈ തീ അണയില്ല. ശാസ്ത്രജ്ഞർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് നിങ്ങൾ ഇത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് യാഥാർത്ഥ്യമാണ് എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ വരികയുള്ളൂ. തീയുടെയും വെള്ളത്തിന്റെയും ഈ സംഗമം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ അടുത്ത സ്ഥലം നിങ്ങളെ ഒരു ഫെയറി ടെയിൽ, അതായത് അത്ഭുത കഥ പോലെ തോന്നിക്കുന്ന ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകാം. ഷിങ്കായ് പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന യെലിപിങ് സാൾട്ട് ലേക്കിനെ കാണുമ്പോൾ ആരോ ഭൂമിയിൽ ചില്ലിട്ടു വർണ്ണാഭമായ കണ്ണാടി പോലെ തോന്നും. ഈ തടാകം യഥാർത്ഥത്തിൽ ഒരു ഉപ്പ് തടാകമാണ്. ഇവിടത്തെ വ്യത്യസ്ത മിനറുകളും ആൽഗകളും ചേർന്ന് വെള്ളത്തിന് പലവിധ നിറങ്ങൾ നൽകുന്നു. ഇവിടത്തെ താപനിലയും ധാതുക്കളുടെ സാന്ദ്രതയും മാറുമ്പോൾ നിറങ്ങളും മാറുന്നു. ഇതൊരു ജീവനുള്ള പെയിന്റിംഗ് പോലെയാണ്. ഈ തടാകം ഷിങ്കായ് ടിബറ്റൻ പീഠഭൂമിയിൽ 2600 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിച്ചേരുക എളുപ്പമല്ല. വഴികൾ കുത്തനെയുള്ളതാണ്. എന്നാൽ അവിടെ എത്തുന്നവർ ജീവിതകാലം മുഴുവൻ ഈ കാഴ്ച മറക്കില്ല. ഈ തടാകത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ പ്രകൃതിക്കൊരു കലാകാരന്റെയും ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ കലാകാരൻ. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിന്റെ വെളിച്ചം തടാകത്തിലെ വർണ്ണപരമായ വെള്ളത്തിൽ പതിക്കുമ്പോൾ ആ കാഴ്ച ക്യാമറയ്ക്ക് പോലും പൂർണ്ണമായി പകർത്താൻ കഴിയാത്തത്ര അതിശയകരമായിരിക്കും. നിറങ്ങളുടെ ഈ ലോകം വിട്ട് ഇനി നമുക്ക് മല തന്നെ ഒരു വാതിൽ നിർമ്മിച്ച സ്ഥലത്തിലേക്ക് പോകാം. ആകാശത്തിന്റെ വാതിൽ. ചൈനയിലെ ഹുനാൻ പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ടിയാൻമെൻ മൗണ്ടെയിൻ, അതായത് ഹെവൻസ് ഗേറ്റ് മൗണ്ടെയിൻ. ഇതിന്റെ മുകളിൽ 131 മീറ്റർ ഉയരവും 57 മീറ്റർ വീതിയുമുള്ള പ്രകൃതിദത്തമായ ഒരു കമാനമുണ്ട്. ഇതിനെ ടിയാൻമെൻ കേവ് എന്ന് വിളിക്കുന്നു. AD 257 ഉണ്ടാക്കിയ ഭീമമായ ഒരു ജിയോളജിക്കൽ പ്രതിഭാസം കാരണം മലയുടെ ഒരു വലിയ ഭാഗം ഇടിഞ്ഞു വീഴുകയും ഈ കൂറ്റൻ പ്രകൃതിദത്ത ഗുഹ രൂപപ്പെടുകയും ചെയ്തു. പ്രാദേശിക ജനങ്ങൾ ഇതിനെ ദൈവത്തിന്റെ അടയാളമായി കരുതി. അന്നു മുതൽ ഈ സ്ഥലം പവിത്രമായി കാണപ്പെടുന്നു. ഇവിടെ എത്താൻ 999 പടികൾ കയറേണ്ട ആവശ്യമുണ്ട്. 999 പടികൾ കയറി നിങ്ങൾ തളരുകയാണെങ്കിൽ വിഷമിക്കേണ്ട, അവിടെ കേബിൾ കാറുമുണ്ട്. എന്നാൽ അതിലിരുന്ന് താഴേക്ക് നോക്കരുത്. ഇപ്പോൾ നമ്മൾ ആകാശത്തിന്റെ വാതിൽ കണ്ടു. ഇനി നമുക്ക് പാൽ പോലെ വെളുത്ത, കണ്ണുകളെ വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു തടാകത്തിലേക്ക് പോകാം. സിച്ചുവാൻ പ്രൊവിൻസിൽ നേച്ചർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് മിൽക്ക് ലേക്ക്. 4600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ഹിമാനികൾ ഉരുക്കിയ വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിൽ കലർന്നിരിക്കുന്ന ഗ്ലേഷ്യൽ മിനറലുകൾ വെള്ളത്തിന് പാൽ പോലെയുള്ള നിറം നൽകുന്നു. ഗ്ലേഷ്യൽ മിൽക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസം വെള്ളത്തിൽ വളരെ സൂക്ഷ്മമായ
ധാതു കണികകൾ, പ്രത്യേകിച്ച് കാൽഷ്യം കാർബോണേറ്റ് അലിയുമ്പോൾ സംഭവിക്കുന്നതാണ്. സൂര്യപ്രകാശത്തിൽ ഈ കണികകൾ വെള്ളത്തെ ഒപ്പേക്കാക്കി മാറ്റുന്നു. ഈ തടാകത്തിന് ചുറ്റും ഹിമാലയം പോലുള്ള മഞ്ഞു മൂടിയ കൊടുമുടികളുണ്ട്. ഇവിടെ എത്താൻ 14 കിലോമീറ്റർ നടക്കണം. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള 4000 മീറ്റർ മുകളിലുള്ള ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അവിടെ എത്തുന്നവർ പറയുന്നത് ഓരോ ചൂടിന്റെയും വില വസൂലാകുമെന്നാണ്. തടാകത്തിലിരുന്ന് ആ വെളുത്ത വെള്ളത്തിൽ സ്വന്തം നിഴൽ കാണുന്നത് വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. അത് അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയൂ. ഇത് പാലാണ് എന്ന് കരുതി ചായ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, 4600 മീറ്റർ ഉയരത്തിൽ വെള്ളം ശരിയായി തിളക്കില്ല. ചായ വേഗാതെ തന്നെ കുടിക്കേണ്ടി വരും. ഈ പാലൂട്ടുന്ന തടാകത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങളായി വെള്ളത്തിൽ ഒഴുകിക്കിടക്കുന്ന ഒരു പുരാതന നഗരത്തിലേക്ക് പോകാം. ടോങ്ലി ഏൻഷ്യൻ ടൗൺ. റോഡുകളില്ലാത്ത കനാലുകളിൽ ഒരു നഗരം, വണ്ടികളില്ല, വെള്ളങ്ങൾ ഓടുന്ന ഒരു ഇടം, എല്ലാ വീടുകളും ഒരു പാലം വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചൈനയിലെ ഏറ്റവും മനോഹരമായ വാട്ടർ ടൗൺ ആണിത്. ഈ നഗരത്തിന് 1000 വർഷത്തിലേറെ പഴക്കമുണ്ട്. കൂടാതെ 15 തടാകങ്ങൾക്ക് നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവയിൽ നിന്ന് പുറപ്പെടുന്ന 49 കനാലുകൾ നഗരത്തെ മുഴുവൻ ഒരു ജലശൃംഖലയാക്കി മാറ്റുന്നു. ഈ നഗരത്തെ വെനീസ് ഓഫ് ദി വെസ്റ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ 2 സ്ഥലവും കണ്ടിട്ടുള്ളവർ പറയുന്നത് ടോങ്ലി വളരെ ശാന്തവും യഥാർത്ഥവുമാണ് എന്നാണ്. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹവേലികളും കാൽപാലങ്ങളുമുണ്ട്. എല്ലാ ദിവസവും രാവിലെ പ്രായമായവർ വെള്ളത്തിൽ വിപണിയിലേക്ക് പോകുന്നു. എന്തായാലും ടോങ്ലിയിൽ ഗൂഗിൾ മാപ്സ് ഒട്ടും പ്രവർത്തിക്കില്ല. കാരണം ഇവിടെ റോഡുകളില്ല. ഈ ഒരു പഴയ നഗരത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പാറകൾ ചുവപ്പ് നിറത്തിൽ കത്തുന്ന ഒരു മലയിലേക്ക് പോകാം. ഗാൻസു പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന യാൻജി മൗണ്ടൻ. ഇതിനെ റെഡ് ഓഫ് മൗണ്ടൻ അല്ലെങ്കിൽ റൂസ് മൗണ്ടൻ എന്ന് വിളിക്കുന്നു. ഇതൊരു അത്ഭുതകരമായ ജിയോളജിക്കൽ വിസ്മയമാണ്. ഇതിലെ പാറകളിൽ അയൺ ഓക്സൈഡും ധാതു പിഗ്മെന്റുകളും വളരെ കൂടുതലായതിനാൽ അവ കാണാൻ ചുവപ്പ് നിറമാകുന്നു. ഇതിന് യാൻജി എന്ന് പേര് വരാൻ കാരണം പുരാതന ചൈനീസ് ഭാഷയിൽ യാൻജി എന്നാൽ സ്ത്രീകൾ കവിളിൽ പുരട്ടുന്ന ചുവപ്പ് നിറം എന്നാണ്. അതായത് ഈ മലയ്ക്ക് അതിന്റെ നിറം കാരണം ഒരു സൗന്ദര്യവർദ്ധക വസ്തുവിന്റെ പേര് ലഭിച്ചു. മഴ പെയ്യുമ്പോൾ മലയിലെ പാറകളിൽ നിന്ന് ചുവപ്പ് വെള്ളം ഒഴുകുന്നു. ഇത് കാണുമ്പോൾ മല കരയുന്നത് പോലെ തോന്നും. ഈ കാഴ്ച വളരെ നാടകീയമാണ്. കാണുന്നവർ അത്ഭുതപ്പെട്ടു പോകും. ഈ മല സിൽക്ക് റോഡിനടുത്താണ്. പുരാതന കാലത്ത് വ്യാപാരികളുടെ കൂട്ടങ്ങൾ ഇത് നോക്കിയാണ് വഴി സഞ്ചരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ചുവന്ന മല അവർക്കൊരു ലാൻഡ് മാർക്ക് പോലെയായിരുന്നു. സുഹൃത്തുക്കളെ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് AI അല്ലെങ്കിൽ ഫോട്ടോഷോപ്പോ ആണെന്ന്. എന്നാൽ നിങ്ങൾക്കിത് തെറ്റി. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അസാധ്യമായ സ്ഥലങ്ങൾ കണ്ടു. ഈ ഭൂമിക്ക് ഇപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. കൺ തുറന്ന് കാണേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.